ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദയെ ഗൗതം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ നന്ദ കാണുന്ന കാഴ്ച അതീവ ഗംഭീരമായ ഒരു കാഴ്ചയായിരുന്നു. ശിവാജിയെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അങ്ങനെ അവനെ കൈയോടെ പിടികൂടി അവനെ എടുത്തിട്ട് നല്ല പോലെ ഇടിയും ചവിട്ടും തൊഴിയൊക്കെ കൊടുത്തു നമ്മുടെ പോലീസും ഗൗതവും കൂടി ചേർന്ന്. അങ്ങനെ അവന്റെ മുന്നിൽ വെച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദയോട് ഗൗതം പറഞ്ഞതിന് ശേഷം അവനോട് 2 അടി കൊടുക്കാൻ പറഞ്ഞു. കാരണം നന്ദയെ തട്ടിക്കൊണ്ടു പോയത് അവനാണെന്നുള്ള ധാരണയിലാണല്ലോ നമ്മുടെ ഗൗതം അവനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്ദ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കും. അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, എന്നെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നീ ഉത്തരവാദിയാണെന്നോ അല്ലെന്നോ എനിക്കറിയില്ല, പക്ഷേ നിരപരാധിയായ പാവപ്പെട്ട പെൺകുട്ടികളോട് നീ കാണിക്കുന്ന ക്രൂരതയ്ക്കാണ് ഞാനിപ്പോൾ ഈ തല്ല് തരുന്നതെന്ന് പറഞ്ഞിട്ട് ഒറ്റ അടി അവന്റെ ചെകിട് തീർത്തങ്ങ് കൊടുത്തു. ഞാനിപ്പോൾ ഈ തന്ന അടിയുണ്ടല്ലോ, നീ കാരണം ജീവിക്കാൻ പോലും വഴിയില്ലാതെ നീ ചെയ്ത തെറ്റിന് ഒരു സാക്ഷി പറഞ്ഞതിന്റെ പേരിൽ നീ ആ പെൺകുട്ടിയെ കൊല്ലുന്നില്ലേ, അവളെ കൊണ്ടുപോയി വിൽക്കാൻ നീ ശ്രമിച്ചില്ലേ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ നീ ക്രൂരമായി കൊന്നു കളഞ്ഞ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ ഇവനോട് പറയുന്നു. ഇനിയും നിന്റെ ആ ഒരു സ്വഭാവം എല്ലായിടത്തും നടക്കുമെന്ന് നീ വിചാരിക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ നന്ദ പറയാനുള്ളത് മുഴുവൻ ആ ഗുണ്ടയോട് പറയുക. അങ്ങനെ അവൻ പകയോടുകൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ നന്ദ ഇതൊക്കെ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതത്തിന് ഭയങ്കര സന്തോഷമായി. ഇത്ര പവർഫുൾ ആയിട്ടാണല്ലോ നമ്മുടെ നന്ദ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ആ ഒരു ഇതില്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം, മതി നന്ദ, ഇനി അവനെ ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് അവന്റെ അടുത്ത് എന്നിട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ നീ ചെയ്തതിനുള്ള കലാപരിപാടികൾ ഇപ്പൊ ഇവിടെ കഴിഞ്ഞില്ലേ, അതിനുള്ള സമ്മാനമാണ് നിനക്ക് ഈ തന്നിരിക്കുന്നത്, ഇനി നീ പുറലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ പറയാം നമ്മുടെ ഗൗതം. അങ്ങനെ അവന്റെ കാര്യത്തിന് ഏകദേശം തീരുമാനമായി എന്ന് പറഞ്ഞാൽ നല്ല ഇന്റർനാഷണൽ പണിയാണ് അവനായിട്ട് ഗൗതവും നന്ദയും അതുപോലെ അഖിൽ എന്ന് പറഞ്ഞ പോലീസുകാരനും ഇവരെല്ലാവരും കൂടി ചേർന്ന് കൊടുത്തത്. അവൻ ഒരിക്കലും സ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി. അവൻ അതിന്റെ എല്ലാം ആ ഒരു ഇതുമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഉള്ളു നിറച്ചു പകയാണ്. ഇവര് പറയുന്നതിനൊക്കെ ഒരു പുച്ഛിച്ച ഒരു ഭാവ ചിരിയുണ്ട്. നിന്നെ ഞാൻ എടുത്തോളാവടി എന്നൊക്കെയുള്ള ഒരു ചിരി. ആ ചിരിയിലൂടെ അവൻ മറുപടി കൊടുത്തുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സംഭവം വളരെ ഗംഭീരമായിട്ട് തന്നെ അവിടെ നടന്നെന്ന് പറയാം. ആ ഒരു സിറ്റുവേഷനിലൂടെ അവരങ്ങനെ കടന്നു പോകുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും നന്ദയും ഗൗതവും കൂടി അവനെ അഖിലെന്ന് പറഞ്ഞ പോലീസുകാരോടൊക്കെ ജയിലിലാക്കാൻ പറഞ്ഞു, അതായത് സെല്ലിലാക്കാൻ പറഞ്ഞിട്ട് ഇവരിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെയാണെങ്കിലും നമ്മുടെ ഇന്ദീവരം തറവാടും അവിടുത്തെ ഇതൊക്കെ കാണിക്കുന്നത്. അവിടെ ഗാഥ നിന്ന് ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി ദേ വരുന്നു ലക്ഷ്മി വന്നിട്ട് അതിനെ പീട്ടിച്ച് വലിച്ചിങ്ങോട്ടങ്ങ് മാറ്റിയിട്ടും, നീ എന്തിനാണ് ഈ ക്രൂരത ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ഗാഥയ്ക്കൊന്നും മനസ്സിലാക്കുന്നില്ല. ക്രൂരതയോ, ഞാനെന്ത് ക്രൂരതയോ ചെയ്തത് എന്നുള്ള ഇതിൽ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാനൊന്നും ചെയ്തില്ല ആന്റി, ഞാനൊന്നും ചെയ്തില്ലെന്ന് പറയുന്നുണ്ട്. നീ ഒന്നും ചെയ്തില്ലെന്നോ, എന്തിനാടി നീ എന്റെ മുയൽ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞതെന്ന് ചോദിച്ചു. മുയൽ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞെന്നോ? ഞാനോ? അയ്യോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ആന്റി എന്ന് ഗാഥ കാല് പിടിച്ച് പറയുന്നുണ്ട്. ഞാൻ നിന്നോട് അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും അതിന്റെ വാശി തീർക്കാനല്ലേടി നീ എന്റെ മുയൽ കുഞ്ഞുങ്ങളെ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞത്. നീ ആരാടി പൊന്നുമോള്? നിന്നെക്കുറിച്ച് എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ അത്രയ്ക്കൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ നീ ഇത്രയും വലിയൊരു കൊടും ക്രൂരത ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലടി എന്നൊക്കെ പറഞ്ഞ് അതിനോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴക്കും ഇതൊക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ അത് പറയുന്നുണ്ട്, ഞാനല്ലെന്ന്. അപ്പോഴേക്കും, എന്നാൽ നീ ഇതൊരു ദുഷ്ടത്തെയാടി, മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു അതുങ്ങളെ നീ കൊല്ലുവാണോടി ചെയ്യേണ്ടത്, അതുങ്ങളെ പിന്നീട് നോക്കാതിരിക്കാൻ വേണ്ടിയല്ലേടി നീ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയും പവിത്രയും പിങ്കിയും കൂടി ഇതേ വന്ന് നിൽക്കുന്നു. ഈ ശബ്ദം കേട്ടോണ്ട് മഹേശ്വരൻ ഇറങ്ങി വന്നു. മഹേശ്വരൻ വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. നീ ഒന്നും ചെയ്തില്ലേടി, ഞാൻ ഇവളെ വഴക്കു പറഞ്ഞതിന്റെ ദേഷ്യം തീർക്കാനേ ഇവളെന്റെ മുയൽ കുഞ്ഞുങ്ങളെ വിഷം കൊടുത്ത് കൊന്നെന്ന് പറഞ്ഞപ്പോ, ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എന്റെ അമ്മയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ കൊച്ച് അമ്മയെ പിടിച്ചു വരെ സത്യം ചെയ്യുക. നിന്നെ പോലെ ഉള്ളവളുമാർ എന്ത് ചെയ്യാനും മടിക്കില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പൊ ആ ഒരു സംസാരത്തിൽ നമ്മുടെ മഹേശ്വരൻ ഈ പെങ്കൊച്ചിന് ഒരു രീതിയിലും സഹായിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനോ പറ്റുന്നില്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർ ചോദിക്കുമല്ലോ, ആ ചോദ്യം ചെയ്യലിൽ നിന്ന് പിന്നെ ഒരിക്കലും മഹേശ്വരന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് മഹേശ്വരൻ ഒന്നും മിണ്ടാതെ മൗനം പാലിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും പിങ്കിയും അതുപോലെ മോഹിനിയൊക്കെ കയറിയങ്ങ് വിളയാണ് ഇതിന്റെ നെഞ്ചത്തേക്ക്. കാരണം ഇതാണത് ചെയ്തതെന്ന് വരുത്തി തീർക്കും. അപ്പൊ ഇവർ എത്രത്തോളം വയലന്റ് ആകുന്നോ അതിന്റെ ഇരട്ടി വയലന്റ് ആകും നമ്മുടെ ലക്ഷ്മി. കാരണം ലക്ഷ്മിക്കാണ് നഷ്ടം വന്നിരിക്കുന്നത്. അങ്ങനെ ലക്ഷ്മി അതിനുള്ള ആ ഒരു ദേഷ്യം, ഇത്രയും ദേഷ്യപ്പെട്ടൊരു സിറ്റുവേഷനിൽ ലക്ഷ്മി ഇന്ന് വരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അതുപോലെ വയലന്റ് ആയിരുന്നു നമ്മുടെ ലക്ഷ്മി. അങ്ങനെ ഇറങ്ങിക്കൊള്ളണം ഇപ്പൊ ഇവിടെ നിന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് അവിടേക്ക് നമ്മുടെ ഗൗതവും നന്ദയും വരുന്നത്. അപ്പൊ നന്ദയെ കണ്ടപ്പോഴേക്ക് ഈ കൊച്ചു ഓടി ചെന്ന് നന്ദയെ കെട്ടി അങ്ങ് പിടിച്ചു, നന്ദേച്ചീന്ന് വിളിച്ച്. അപ്പോഴേക്ക് ലക്ഷ്മി പിന്നാലെ ചെന്ന് ഇതിനെ പിടിച്ചു വലിച്ചിങ്ങ് മാറ്റിയിട്ട്, നീ ആരെയും കൂട്ട് പിടിക്കണ്ട, നീ ചെയ്തതിനുള്ള ഉത്തരം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു.
എന്താ ഇവിടെ പ്രശ്നം, എന്താന്ന് ചോദിച്ചപ്പോ എന്താ പ്രശ്നം എന്നോ, എന്റെ മുയൽ കുഞ്ഞുങ്ങളെ ഞാൻ ഇവളെ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിന് ഇവൾ കൊന്നു കളഞ്ഞു, വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. ഇല്ല നന്ദേച്ചി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നന്ദേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ഗൗതം സാറിനോടും പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. നീ ചെയ്തിട്ടില്ലല്ലോ, ഇപ്പൊ ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു, ഒരു പേരും ഒന്നും അറിയാത്ത ഇവളുമാരെ പോലെ ഉള്ളവളുമാരെ കുടുംബത്ത് കയറ്റി താമസിപ്പിക്കുമ്പോൾ കണ്ടില്ലേ ഇപ്പോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയെ നിർത്താൻ പറഞ്ഞു നന്ദ. ഇതിലിപ്പോ ആരാണ് തെറ്റുകാരെന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ, ഗാന്ധി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ലെന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പോ ഓഹോ, അപ്പോ ഇതെല്ലാം പറഞ്ഞ ഞങ്ങളാണോ തെറ്റുകാരൻ, ഞങ്ങളാണോ കള്ളം പറഞ്ഞതെന്ന് ലക്ഷ്മി ചോദിച്ചു. അമ്മേ അങ്ങനെയല്ല, നിങ്ങളാരും കള്ളം പറയുന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനു മുമ്പ് ഇവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ കേൾക്കണ്ടേ, ഇതെന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമ്മൾ അറിയണ്ടേ. അല്ലാതെ ഒന്നും അറിയാതെ ഒരാൾ തെറ്റുകാരിയാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എങ്ങനെയാ ഈ ഒരു കാര്യം അന്വേഷിച്ച് തെളിഞ്ഞു കഴിഞ്ഞ് ഇവൾ തെറ്റുകാരിയാണെന്നറിഞ്ഞാൽ ഇവളെ നിങ്ങൾക്ക് നാളെ തന്നെ ഇവിടുന്ന് പടിയിറക്കി വിടാം. പക്ഷേ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് വേണം എന്നിങ്ങനെ പറഞ്ഞു. ഓ, ഇനി തെളിവുണ്ടെങ്കിലായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനി ഇങ്ങനെ ഒരുമാതിരി ആക്കിയുള്ള സംസാരം. അപ്പൊ അത് കേൾക്കുമ്പോഴെങ്കിലും ഇവർ ഇതിൽ നിന്ന് പിന്മാറട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മുടെ നന്ദ പിടിച്ച മുയലിനെയും കൊണ്ടേ പോകുമെന്നുള്ള ആ ഒരു ഒറ്റ ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കുക, തെളിവ് വേണമെന്നും പറഞ്ഞു. അപ്പൊ നമ്മുടെ ഗൗതവും പറഞ്ഞു നന്ദ പറഞ്ഞതിലും ശരിയുണ്ട് എന്നുള്ളത്. ആരാണിത് ചെയ്തതെന്ന് എനിക്കൊരു 5 മിനിറ്റ് സമയം തന്നാൽ മതി, ഞാനത് തെളിയിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പൊ നന്ദ പറഞ്ഞു എന്തായാലും ഇതിന്റെ സത്യം തെളിയുന്നത് വരെ ഗാഥ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ലെന്ന്. അങ്ങനെ ഗാഥയും കൂട്ടി നന്ദ അകത്തേക്ക് കയറി പോകുന്നു. സ്വന്തം മകൾ ഇവരുടെയൊക്കെ മുന്നിൽ നിന്നൊരു കൊലപാതകയെ പോലെ കിടന്ന് ഉരുകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ആകെ വല്ലാത്ത വിമിഷ്ടത്തിൽ നിൽക്കുകയായിരുന്നു നമ്മുടെ മഹേശ്വരൻ. എന്തായാലും നന്ദ വന്ന് രക്ഷിച്ചുകൊണ്ട് പോയത് കൊണ്ട് കുറച്ചൊരു ആശ്വാസത്തിൽ അയാൾ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞ് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയുടെ തോന്നിവാസങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുകയും അതിനൊക്കെ തെളിവുണ്ടാക്കലുമാണ് ACP എന്ന ഗൗതത്തിന്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്ന് നമ്മുടെ പിങ്കി കളിയാക്കി പറഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ആ മുയൽ കുഞ്ഞുങ്ങളെ കൊന്നത് ആരായിരുന്നാലും അത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് കുറ്റവാളി ആരായിരുന്നാലും അവർക്ക് തക്ക ശിക്ഷ കിട്ടും. അതിൽ എനിക്ക് യാതൊരു മര്യാദയും ഞാൻ കാണിക്കില്ല. മൃഗങ്ങളെ കൊല്ലുന്നതും അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നതും 5 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷയാണെന്നും ആ തെറ്റ് ചെയ്തത് ആരായിരുന്നു, ഈ കുടുംബത്തിലെ ആരെങ്കിലും ആണെങ്കിൽ പോലും ഒരു ദാക്ഷിണ്യവും ഒരു അനുകമ്പയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അതിനുള്ള നടപടി ഞാൻ എടുത്തിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് മോഹിനിയുടെ നെഞ്ച് കിടന്ന് പടപടാന്നിടിക്കാൻ തുടങ്ങി. മോഹിനിക്ക് ആകെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ മോഹിനി പേടിച്ച് പറിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇവരങ്ങകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ ലക്ഷ്മി ആണെങ്കിലും ആകെ ഇതായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സംഹാര താണ്ഡവത്തിൽ നിന്ന് കുറച്ചങ്ങ് ഇറങ്ങിയങ്ങ് വന്ന് നിൽക്കുക. അപ്പം അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. അതായത് നമ്മുടെ നന്ദ ഗാഥയെ വിളിച്ച് നേരെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി അവിടെ ചെന്നിരുന്ന് സംസാരിക്കുന്നു. അപ്പം എന്താ മോളെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മുയലിന് ക്യാരറ്റ് അരിഞ്ഞത് താനാണെന്നും താനത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ മോഹിനി വന്ന് പാല് ചൂടാക്കാനും മുയലിന് പാല് ചൂടാക്കാൻ പറഞ്ഞപ്പോൾ പാലെടുക്കാൻ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ആ വീട്ടിൽ നന്ദ ഇല്ലാത്ത സമയത്ത് ഗാഥയോട് കാണിച്ച കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ ക്രൂരത മുഴുവനും ഗാഥ നന്ദയോട് പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ നല്ല മനസ്സോടു കൂടിയാണ് ചെയ്തത്. അവർ പറഞ്ഞതിനൊന്നും ഞാൻ എതിര് പറഞ്ഞില്ല. ഞാനിവിടെ താമസിക്കുന്നതല്ലേ, ഞാനിവിടെ കഴിയുന്നതല്ലേ, ഞാനിവിടുത്തെ ഭക്ഷണം കഴിക്കുന്നതല്ലേ, അപ്പോൾ ഇവിടുത്തെ സഹായങ്ങൾ എന്തെങ്കിലും ഇവിടെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ അവർ എണ്ണയൊഴിച്ചിട്ട് എന്നെ വീഴിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതും ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗാഥ തന്നെ പറഞ്ഞു, പക്ഷെ അവരെന്നെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള പരിശ്രമം അവർ നടത്തുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗാഥ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ എല്ലാവരുടെയും മനസ്സ് മോൾക്ക് മനസ്സിലായില്ലേ, ആരാണ് ഇതിനകത്തൊക്കെ കളിച്ചിരിക്കുന്നതെന്ന് എൻ്റെ മോൾക്ക് മനസ്സിലായില്ലേ. ഇനിയെങ്കിലും എൻ്റെ മോളെല്ലാം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം, എന്തുണ്ടെങ്കിലും ചേച്ചിയോട് പറയണം. ഇതൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദയുടെ ഫോണിലേക്ക് അവിടുന്ന് ആൻറ്റി വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റി വിളിച്ചു, ഹലോ ആൻറ്റി എന്ന് പറഞ്ഞു വിളിച്ചു. പിന്നെ മോളുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം മോള് അതായത് ഗാഥയും അമ്മയും കൂടി പിന്നെ സംസാരിക്കുന്നു. അപ്പോൾ ഗാഥയോട് അമ്മ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അവിടെയെന്ന്. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ നല്ല ആൾക്കാരാ, എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഗാഥയെ സ്നേഹം കൊണ്ട് തലോടി ആ മനസ്സിലെ വിഷമങ്ങളെല്ലാം നമ്മുടെ നന്ദ അകറ്റി. അപ്പോൾ ആരൊക്കെ എന്നോട് എന്തൊക്കെ ചെയ്താലും നന്ദേച്ചി ഇവിടെ ഉള്ളതാണ് എനിക്കൊരു ധൈര്യം എന്നൊക്കെ കൊച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുമായിട്ട് മോള് സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നല്ലവരാണ്, തന്നോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്, ആർക്കും ഒരു കുഴപ്പമില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. അങ്ങനെ അവർ ഫോൺ വിളിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ നന്ദ അങ്ങനെ മനസ്സ് വേദനിച്ച് നേരെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ ചിലപ്പോൾ ഗൗതം ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൗതം അവിടെ ചെന്നു, ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗൗതത്തിൻ്റെ അടുത്ത് എന്നിട്ട് ഗൗതത്തിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു നമ്മുടെ നന്ദ. ഇതൊക്കെ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഇവർ നടത്തിയതാണെന്നും ആ കൊച്ചിനോട് ഇവിടെ മോഹിനി ആൻ്റിയാണ് ഇതുപോലത്തെ ക്രൂരതയൊക്കെ കാണിച്ചിരിക്കുന്നതെന്നും
അപ്പൊ അങ്ങനെ പിങ്കി ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി, ഗാഥ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ. അപ്പൊ ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കൊച്ചിനെ ഈ ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം നന്ദയ്ക്ക് മനസ്സിലായി. നന്ദി അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഗൗതത്തിന്റെ അരികിലേക്ക് ചെന്നത്. അവിടെ ചെന്ന് ഗൗതവുമായി സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഗൗതത്തിനോട് പറഞ്ഞു. അപ്പൊ ഗൗതം പറഞ്ഞു, താൻ ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയും നാളായി, ഈ വീട്ടിൽ ആരുടെയൊക്കെ സ്വഭാവം എന്തൊക്കെയാണെന്ന് എങ്ങനെയാണെന്നൊക്കെ കുറച്ചൊക്കെ തനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ മനസ്സിലായത് കൊണ്ട് തന്നെ ഇതിനകത്ത് ആരാണ് കളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അറിയില്ലേ. അപ്പോൾ സാർ, അവളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. കാരണം ആ കുട്ടിയെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അവൻ ആ ദുഷ്ടൻ ജയിലിൽ നിന്ന് എന്തായാലും ജാമ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ആ കുഞ്ഞിനെ തീർക്കാനായിരിക്കും അവൻ ശ്രമിക്കുന്നത്. നമ്മളായിട്ട് ആ കുട്ടിയുടെ ജീവൻ ആപത്തൊന്നും സംഭവിക്കാനുള്ള ഇട ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ താൻ വിഷമിക്കൊന്നും വേണ്ട, ഈ കേസ് ഞാൻ ഏറ്റെടുത്തതാണ്. ആരാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അത് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷയും താൻ കൊടുത്തിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്തായാലും ഇന്ദീവരത്തിൽ നടന്നൊരു കൊലപാതക കുറ്റത്തില് പിങ്കിക്കും അതുപോലെ മോഹിനിക്കുമെതിരെ നമ്മുടെ നന്ദയും ഗൗതവും ഇറങ്ങിയിരിക്കുകയാണ് ആ ശിക്ഷ വിധിക്കാനായിട്ട്. അപ്പോൾ പിങ്കിയും തീർന്നു, മോഹിനിയും തീർന്നു. രണ്ട് പൂതനകൾക്കും ഇനി നല്ല സുഭിക്ഷമായിട്ട് ഉണ്ടയൊക്കെ തന്ന് ജയിലിൽ കിടക്കാം. അങ്ങനെ മിണ്ടാപ്രാണികളെ കൊന്ന കേസിൽ ഇവർ രണ്ടുപേരും അകത്താകും, 100% ഉറപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പൊ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.